അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഇസ്ലാമിക് ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട്, അതായത് നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബറാഅത്ത് രാത്രിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ, നമുക്കെയും ആ ബറാഅത്ത് രാത്രിയിൽ പ്രത്യേകമായി നാം പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു അമലാണ്. ബറാഅത്ത് രാത്രിയിൽ നാം ചെയ്യുന്ന അതിമഹത്തരമായ ഒരു അമലാണ് യാസീൻ സൂറത്ത് ഓതുക എന്നുള്ളത്. ഒരു 3 പ്രാവശ്യം യാസീൻ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. അതായത് പല കിതാബുകളൊക്കെയും പഠിപ്പിക്കുന്നത് കാണാം, ബറാഅത്ത് രാത്രിയിൽ ചെയ്യുന്ന അമൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു അമലാണ് അൻ യഖ്റഅൽ ഇൻസാനു ബൈന സ്വലാത്തിൽ മഗ്രിബി വൽ ഇശാ. മഗ്രിബിൻ്റെയും ഇശാൻ്റെ ഇടയിലും അവൻ ഓതലാണ് സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് ഓതലാണ് ബിതമാമിഹ, നല്ല പൂർത്തിയായിട്ട്, നല്ല മട്ടത്തിൽ, നല്ല ഉഷാറായിട്ട്, നല്ല നിലക്കന്നാക്കലാണ് 3 പ്രാവശ്യം യാസീൻ ഓതലാണ്. എന്നിട്ട് അവിടെ പറയാണ്, എന്തിനു വേണ്ടിയാണ്, എന്ത് നിയത്ത് വെച്ചിട്ടാണ് ആ യാസീൻ ഓതേണ്ടത് എന്നതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ബറാഅത്ത് രാത്രി നമുക്കെയും എന്നും നാം ചെയ്യുന്ന ഒരു അമലാണ് മഗ്രിബിൻ്റെയും ഇശാൻ്റെ ഇടയിലും നാം ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ, 3 യാസീൻ. അതെന്ത് നിയത്ത് വെച്ചിട്ടാണ് ഓതേണ്ടതെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. ഒന്നാമത്തത് ബിനിയത്തിൽ ബറക്കത്തിന് നിയത്ത് വെക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലും നാമുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും അള്ളാഹു നമ്മൾക്ക് കുറേ ആയുസ് തന്നതുകൊണ്ട് കാര്യമായില്ല. ആ ആയുസ്സിൽ അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല നിലക്കുള്ള ബറക്കത്തുണ്ടാകണം. അപ്പം നമ്മൾക്ക് നല്ല ദീർഘായുസ്സും കിട്ടുകയും ആ ദീർഘായുസ്സിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുകയും അതിനെ കരുതിയിട്ട് ഓതണം ആ ഒന്നാമത്തെ യാസീൻ. രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്, അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു നിയമത്താണ് റിസ്ക്. നമ്മുടെ റിസ്ക് അത് നല്ല വിശാലത രീതിയിൽ, നമുക്ക് എന്തൊക്കെയും ആവശ്യ രീതിയിൽ എന്തൊക്കെയോ റിസ്ക്കുകളോ വേണോ അതൊക്കെയും അള്ളാഹു നല്ല വിശാലമായിട്ട്, അത് നല്ല ബർക്കത്തുള്ളതായിട്ട് കിട്ടണം. നാം കഴിക്കുന്ന എല്ലാ റിസ്ക്കുകളും നമ്മുടെ ശരീരത്തിൽ ബർക്കത്തുള്ളതാകണം. അപ്പം ആ കരുത്തോടുകൂടെ, അതായത് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടതിൻ്റെ ഉദ്ദേശം, അവിടെ വെക്കേണ്ട നിയത്ത്, നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു വിശാലത ചെയ്യുകയും അതോടൊപ്പം ബർക്കത്തുള്ള വിശാലത ചെയ്യുകയും അള്ളാഹു ചെയ്യണം എന്ന നിയത്തോടുകൂടെ, കരുത്തോടുകൂടെ രണ്ടാമത്തെ യാസീൻ ഓതുക. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് ബിനിയത്തി അൻ യക്തുബഹു മിനസ്സുഅദ. അതായത് നമ്മൾ അള്ളാഹു അവൻ്റെ വിജയികളെ, ദുനിയാവും ആഖിറവും വിജയിച്ച കൂട്ടരിൽ അള്ളാഹു നമ്മളെ കണക്കാക്കപ്പെടണം. ഈ ബറാഅത്ത് രാത്രി എന്ന് പറയുമ്പോൾ അത് പറയപ്പെടുന്നത് ഇന്നത്തെ രാത്രിയിൽ ഇനി വരുന്ന ഒരു കൊല്ലത്തിൻ്റെ എല്ലാ കണക്കുകളും തീരുമാനിക്കപ്പെടുന്ന ദിവസം രാത്രിയാണെന്നാണ്. അപ്പം ഇന്നത്തെ ദിവസം അള്ളാഹു എന്നെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ കാര്യത്തിലും വിജയിച്ചവരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ കണക്കാക്കപ്പെടണം, എന്നെ കണക്കിൽ കൂട്ടപ്പെടണം, ആ കൂട്ടരിൽ അള്ളാഹു എന്നെ ചേർക്കണം എന്ന നിയത്ത് വെച്ചിട്ടാണ് ഈ മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ബറാഅത്ത് രാത്രിയിൽ നാം ചെയ്യേണ്ട പ്രത്യേകമായ ഒരമലാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. ആ 3 യാസീൻ എന്ത് നിയത്ത് വെച്ചിട്ടാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ആ 3 നിയത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ ആ 3 യാസീൻ മഗ്രിബിൻ്റെയും ഇശാൻ്റെയും ഇടയിൽ ഓതുക. അതിൻ്റെ ഇടയിൽ യാതൊരു സംസാരമൊന്നും സംസാരിക്കാൻ പാടില്ല. നല്ല നിലക്ക്, നല്ല ഇഖ്ലാസോടുകൂടെ ഓതുക, നല്ല അതവോടുകൂടെ ഓതുക. ഈ പറഞ്ഞ നിയത്തോടുകൂടെയൊക്കെ വെച്ച് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ റിസ്കിനെയും ആയുസ്സിനെയും ഒക്കെ കണക്കാക്കപ്പെടുന്ന ആ നല്ലവരിൽ, നല്ല വിശാലതയോടുകൂടെ
ബറക്കത്തോടുകൂടെ അള്ളാഹു കണക്കാക്കപ്പെടുന്നവരിൽ നമ്മളൊക്കെയും അള്ളാഹു ചേർക്കും. അങ്ങനെ ചേർക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.